ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വേദികേജ് വരെയാണ് എടുത്തത്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ജൈനിസം തൊട്ടാണ്. ജൈനിസവും ബുദ്ധിസം തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ജൈനിസവും ബുദ്ധിസവും വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ആദ്യം നോക്കാം. ആ ഒരു കാലഘട്ടത്തിൽ ബ്രാഹ്മണിക്കൽ ഡോമിനേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ബ്രാഹ്മിൺസ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലെ കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ആദ്യം വന്നിരുന്നത് നാലായിട്ടാണ് ആ ഒരു കാസ്റ്റ് സിസ്റ്റത്തിനെ 4 വർണ്ണാസ് ആയിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തിരുന്നത്. ബ്രാഹ്മണ എന്ന് പറയുന്നത് പുരോഹിതന്മാരായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വേദാസ് പഠിക്കുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന ആൾക്കാരായിരുന്നു. പിന്നെ വന്നിരുന്നത് ക്ഷത്രിയാസ് ആയിരുന്നു. ക്ഷത്രിയാസ് എന്ന് പറയുമ്പോൾ വാരിയേഴ്സ്, റൂളേഴ്സ് ഒക്കെ ആയിരുന്നു. അവരെന്താണ് ഇപ്പോൾ യുദ്ധം ചെയ്ത് ആൾക്കാരെ അതിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അങ്ങനത്തെ ആൾക്കാരായിരുന്നു. പിന്നെ വൈശ്യാസ് ആയിരുന്നു. വൈശ്യാസ് എന്ന് പറയുമ്പോൾ ട്രേഡേഴ്സ്, മെർച്ചൻസ് ഒക്കെ ആയിരുന്നു. പിന്നെ വരുന്നത് ശുദ്രാസ് ആണ്. അൺസ്കിൽഡ് വർക്കേഴ്സ് ആയിരുന്നു. ബാക്കിയുള്ള ആൾക്കാരിങ്ങനെ ഇതാക്കി ജീവിക്കുന്ന ആൾക്കാരായിരുന്നു ശുദ്രാസ്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ബ്രാഹ്മിൺസിന്റെ ഡോമിനേഷൻ കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു കാരണം കൊണ്ടാണ് മെയിനായിട്ട് ബുദ്ധിസവും ജൈനിസവും വരാൻ കാരണം. അപ്പോ ഈ ബുദ്ധനും അതുപോലെ തന്നെ മഹാവീരനും, ബുദ്ധ എന്ന് പറയുന്നത് ബുദ്ധിസത്തിന്റെയും മഹാവീര എന്ന് പറയുന്നത് ജൈനിസത്തിന്റെ ആയിരുന്നു. ഇവര് രണ്ടുപേരും ക്ഷത്രിയാസ് ആയിരുന്നു. അപ്പോൾ ഇവരെന്താ കൊണ്ടുവന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ജനങ്ങളെ അവർക്ക് സമാധാനം ഉണ്ടാക്കി കൊടുക്കുക, അതുപോലെ തന്നെ സമൂഹത്തിൽ ഈക്വാലിറ്റി, സോഷ്യൽ ഈക്വാലിറ്റി കൊണ്ടുവരാം, ഇതൊക്കെയാണ് അവർ ഉദ്ദേശിച്ചിരുന്നത്. ഈ ബ്രാഹ്മിൺസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സംസ്കൃതമായിരുന്നു, സാൻസ്ക്രിറ്റ് ആയിരുന്നു അവർ ഉപയോഗിച്ചിരുന്ന ഭാഷ എന്ന് പറയുന്നത്. അപ്പൊ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സാധാരണ ജനങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഭാഷ പഠിച്ചെടുക്കുക അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. അവർക്ക് അവരുടേതായിട്ടുള്ള ഭാഷ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ കൊണ്ടുവരാം, അതൊക്കെയാണ് മെയിനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ബുദ്ധിസത്തിനെയും ജൈനിസത്തിനെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് വൈശ്യാസ് ഉണ്ടായിരുന്നു. കാരണം അവര് ഈ ഒരു ബ്രാഹ്മിൺസിനും ക്ഷത്രിയാസിനും അടിയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ഈ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ഉറപ്പിക്കാനും അത് അവർക്കും സമാധാനത്തോടുകൂടി ജീവിക്കാനൊക്കെ അവരും ഈ ഒരു സംഭവത്തിന് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ആദ്യം നമുക്ക് ബുദ്ധിസം എന്താണെന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് ജൈനിസത്തിലോട്ട് വരാം. അപ്പൊ ആദ്യം നമുക്ക് ബുദ്ധിസം എന്താണെന്ന് നോക്കാം. ഗൗതമ ബുദ്ധ, അദ്ദേഹത്തെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പോ ഗൗതമ ബുദ്ധ, സിദ്ധാർത്ഥ, സഖ്യമുനി, അതുപോലെ തന്നെ ഗൗതമ ബുദ്ധ, അങ്ങനത്തെ പേരുകളിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ലൈറ്റ് ഓഫ് ഏഷ്യ എന്നുള്ള പേരും കൂടി ഉണ്ടായിരുന്നു. ഈ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട്, എഡ്വിൻ എർണോഡിൻ്റെയാണ്. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട്. അപ്പോൾ അദ്ദേഹം ജനിക്കുന്നത് 563 BC-യിലാണ്. എവിടെയാണ്? ലുംബിനിയിലാണ്. നേപ്പാളിലെ ലുംബിനിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹം ജനിച്ച ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട്. അതൊരു വൈശാഖ പൂർണിമ ദിവസമായിരുന്നു. അദ്ദേഹം ജനിച്ച ദിവസത്തെ ലോട്ടസ് എന്ന സിംബൽ കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ലോട്ടസ്, അദ്ദേഹത്തിന്റെ ജനനം ലോട്ടസ് കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ പാരൻസ് ആയിരുന്നു സുധോധന രാജാവിന്റെയും അതേപോലെ തന്നെ മഹാമായ രാജ്ഞിയുടെയും മകനായിട്ടാണ് അദ്ദേഹം ജനിക്കുന്നത്. പിന്നെ അദ്ദേഹം ജനിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ അമ്മ മരിക്കുകയാണ്. അതിനുശേഷം വളർത്തമ്മയായിട്ട് ആര് വരെയാണ്? ഗൗതമി വരെയാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഗൗതമ ബുദ്ധ എന്ന പേര് വരാൻ കാരണം. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വൈഫാണ് യശോധര, പിന്നെ മകനാണ് രാഹുല. ഇതാണ് മെയിനായിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ഇത് പറയാനുള്ളത്. പിന്നെ അദ്ദേഹത്തിന്റെ 29ാമത്തെ വയസ്സിൽ അദ്ദേഹം വീട് വിട്ട് ഇറങ്ങാണ്. അങ്ങനെ അദ്ദേഹം ഒരു സ്ട്രീറ്റിൽ ചെല്ലുമ്പോൾ അദ്ദേഹം ഒരു 4 കാര്യങ്ങൾ കാണാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വയസ്സായ ഒരു മനുഷ്യനെ, അതുപോലെ തന്നെ ഒരു അസുഖം ബാധിച്ച ഒരു മനുഷ്യനെ, അതുപോലെ തന്നെ ഒരു ഡെഡ് ബോഡി, അതുപോലെ തന്നെ ഒരു സന്യാസി. അങ്ങനെ കാണുമ്പോൾ അദ്ദേഹം അത് കണ്ടതിന് ശേഷം അദ്ദേഹം ആളുടെ രാജ്യം ഇതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് ആള് പോവാണ്, ട്രാവൽ ചെയ്യാണ്. അങ്ങനെ അദ്ദേഹം ആ ഒരു വീട് വിട്ട് ഇറങ്ങുന്ന, അല്ലെങ്കിൽ അവരുടെ ആ ഒരു കൊട്ടാരം വിട്ട് ഇറങ്ങുന്ന ആ ഒരു പ്രോസസ്സിൽ, ആ ഒരു ചടങ്ങിനെ പറയുന്നത് മഹാബിനിഷ് കർമ്മണ എന്നൊരു പേരിലാണ് ആ ഒരു സംഭവം അറിയപ്പെടുന്നത്. മഹാബിനിഷ് കർമ്മണ എന്ന ചടങ്ങ്, ആ ഒരു പേരാണ് ആ ഒരു ചടങ്ങിനെ പറയുന്നത്. അപ്പോൾ അവിടെയും ഒരു സിമ്പൽ വരുന്നുണ്ട്, ഒരു ഇത് വരുന്നുണ്ട്. അത് ഹോഴ്സിനെയാണ് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്.
ഹോഴ്സിന്റെ പേര് കാന്തക എന്നുള്ള പേരാണ്. ആ ഒരു ഹോഴ്സിന് ഒരു തേരാളി ഉണ്ടായിരുന്നു. ആ തേരാളിയുടെ പേര് ചന്ന എന്നാണ്. ഹോഴ്സിന്റെ പേര് കാന്തക എന്നാണ്. അപ്പോൾ അദ്ദേഹം ജനിച്ചപ്പോൾ ലോട്ടസ് വെച്ചാണ് ഇൻഡിക്കേറ്റ് ചെയ്തത്. പിന്നെ അദ്ദേഹം മഹാബിനിഷ്കർമ്മണ, ആ ഒരു വീട് വിട്ടിറങ്ങുന്ന ചടങ്ങ്, ആ ഒരു ഇതിന് ഹോഴ്സിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ അദ്ദേഹം എന്താണ് വീട് വിട്ടിറങ്ങി നിരഞ്ജന നദീതീരത്തുള്ള, എവിടെയാണ് നിരഞ്ജന നദീതീരത്തുള്ള പീപ്പിൾ ട്രീന്റെ അടിയിൽ ചെന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ 35ാമത്തെ വയസ്സിലാണ്. അങ്ങനെയാണ് ബോധി ട്രീ എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് അങ്ങനെയാണ് അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായെന്നാണ് പറയുന്നത്. എൻലൈറ്റ്മെന്റ്, ബോധോദയം ഉണ്ടായെന്നാണ് പറയുന്നത്. ഇനി അദ്ദേഹം അദ്ദേഹം ഒരു ഫസ്റ്റ് റിലീജിയസ് സെർമൺ കൊണ്ടുവന്നിരുന്നു. അതിനെ നമ്മൾ സാർനാഥ് എന്നാണ് പറയാ. അത് ഒരു വീൽ റെപ്രസെന്റേഷൻ ആണ് കാണിക്കുന്നത്. ഒരു വീൽ റെപ്രസെന്റേഷൻ ആണ് അത് കാണിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് അശോക ആ ഒരു സാരനാഥില് ഒരു ദാംബെക് സ്തൂപ എന്ന് പറയുന്ന ഒരു സംഭവം സ്ഥാപിച്ചു. ദാംബെക് സ്തൂപ എന്ന് പറയുന്ന സാധനം അദ്ദേഹം സ്ഥാപിച്ചു. അശോക. പിന്നെ ബുദ്ധൻ ഉപയോഗിച്ചിരുന്നത് പാലി എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ആയിരുന്നു. ബുദ്ധ യൂസ് ചെയ്തിരുന്നത് പാലി എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ആയിരുന്നു. പിന്നെ അദ്ദേഹം മരിക്കുന്നത് 483 BCE-യിലാണ്. അദ്ദേഹത്തിന്റെ 80ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത്. യുപിയിലെ ഖുഷി നഗറിലാണ് അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം അന്തരിക്കുന്നത്. ഇനി ആ ഒരു ഡെത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതിനും ഒരു സിമ്പൽ ഉണ്ട്. സ്തൂപയാണ് ആ സിമ്പൽ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ജനിച്ച ബർത്ത് ലോട്ടസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ അദ്ദേഹം വീട് വിട്ടിറങ്ങി അത് ഹോഴ്സ് ആയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഡെത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് സ്തൂപ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി അതിനുശേഷം വരുന്നത് അദ്ദേഹത്തിന്റെ ഡോക്ട്രൈൻസ് ആണ്. ബുദ്ധന്റെ 4 നോബിൾ ട്രൂത്ത്, 3 കാര്യങ്ങളാണ് പറയുന്നത് മെയിനായിട്ട്. 4 നോബിൾ ട്രൂത്ത്, 8 ഫോൾ പാത്ത്, അതുപോലെ തന്നെ മിഡിൽ പാത്ത്. ആദ്യം നമുക്ക് 4 നോബിൾ ട്രൂത്ത് എന്താണെന്ന് നോക്കാം. 4 നോബിൾ ട്രൂത്ത് എന്ന് പറയുന്നത് ഇതിൽ 4 കാര്യങ്ങളാണ് പറയുന്നത്. ദ ട്രൂത്ത് ഓഫ് സഫറിങ്, പിന്നെ കോഴ്സ് ഓഫ് സഫറിങ്, എൻഡ് ഓഫ് സഫറിങ്, പിന്നെ പാത്ത് ലീഡിങ് ടു ദ എൻഡ് ഓഫ് സഫറിങ്. ഈ ഒരു 4 കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അതിൽ ഈ 4ാമത്തേല് 8 ഫോൾ പാത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു 8 ഫോൾ പാത്ത് അതെന്താണെന്ന് നോക്കാം. 8 ഫോൾ പാത്ത് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് വരുന്നത് 8 ഫോൾ പാത്ത് എന്താണെന്ന് നോക്കാം. ഇതാണ് 8 ഫോൾ പാത്ത് എന്ന് പറയുന്ന സാധനം. അതിൽ മെയിൻ ആയിട്ട് പറയുന്നത് റൈറ്റ് വ്യൂ, റൈറ്റ് ഇന്റൻഷൻ, റൈറ്റ് സ്പീച്ച്, റൈറ്റ് ആക്ഷൻ, റൈറ്റ് ലിവ്ലിഹുഡ്, റൈറ്റ് എഫേർട്ട്, റൈറ്റ് കോൺസെൻട്രേഷൻ, റൈറ്റ് മൈൻഡ്ഫുൾനെസ്. ഇതൊക്കെയാണ് ആ ഒരു ബുദ്ധാസ് 8 ഫോൾ പാത്ത് എന്ന് പറയുന്ന ഇതെന്ന് പറയുന്നത്. ഇനി ബുദ്ധ എന്ന് പറയുന്നത് ഒരു ബുദ്ധ ഒരിക്കലും ഒരു ദൈവം ഉണ്ടെന്നോ അല്ലെങ്കിൽ ഉണ്ടെന്നോ അല്ലെങ്കിൽ അതിനെന്താണ് ഇല്ലാന്നോ അദ്ദേഹം പറയുന്നില്ല. അതേപോലെ തന്നെ അദ്ദേഹം ഈ സോൾ, ആത്മ, അതിനൊക്കെ റിജക്ട് ചെയ്തിരുന്ന ആളാണ്. അതേപോലെ തന്നെ റിച്വൽസ്, അതുപോലെ തന്നെ റീബർത്ത്, പുനർജന്മം, അതിനൊക്കെ അദ്ദേഹം അതിനൊക്കെ എതിരായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ കാസ്റ്റ് സിസ്റ്റത്തിനെതിരായിരുന്നു. പക്ഷെ എതിരാണെങ്കിൽ പോലും അദ്ദേഹം അതിനെതിരെയായിട്ട് ഇപ്പോൾ അറ്റാക്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടത്തിയിരുന്നില്ല. പിന്നെ ബുദ്ധന്റെ അദ്ദേഹം മെയിനായിട്ടും സോഷ്യൽ റെവല്യൂഷൻ അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് അദ്ദേഹം പ്രധാനം കൊടുത്തിരുന്നത്. പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിസ്റ്റ് ആരാധനാലയങ്ങൾ ഉണ്ടല്ലോ, അതിനെ പറയുന്ന പേര് പഗോഡ എന്നാണ്. ഇപ്പോൾ ബുദ്ധിസ്റ്റുകളുടെ വർഷിപ്പ് സെന്റേഴ്സിന് പറയുന്നത് പഗോഡ എന്നാണ്. ഇനി ബുദ്ധിസ്റ്റുകളുടെ ഈ സന്യാസികൾ താമസിക്കുന്ന സ്ഥലങ്ങളിലെ അതിനെ വിഹാര എന്നാണ് പറയുന്നത്. അപ്പോൾ വർഷിപ്പ് സെന്റേഴ്സിനെ പഗോഡ എന്നും സന്യാസികൾ താമസിക്കുന്ന സ്ഥലത്തെ വിഹാര എന്നാണ് പറയുന്നത്. അതാണ് അതിൽ വരുന്നത്. പിന്നെ ത്രിപീഡകാസ് ആണ് പറയുന്നത്. ത്രിപീഡകാസിനെ കുറിച്ചാണ് അടുത്തത് പറയുന്നത്. മെയിനായിട്ട് ഈ ത്രിപീഡകാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഈ ആഫ്റ്റർ ഈ ഒരു ബുദ്ധന്റെ ഡെത്തിന് ശേഷം ഇതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് 3 ഇതിലാണ് അത് വരുന്നത്. വിനയപീഡക, സൂതപീഡക,
അഭിധാമ പീഡക, അങ്ങനെ ഒരു 3 കാര്യങ്ങളിലാണ് അത് വരുന്നത്. പിന്നെ 3 പില്ലേഴ്സ് ഉണ്ട്. 3 പില്ലേഴ്സ് ആണ് ഏത്? ബുദ്ധ, ധർമ്മ മീൻസ് റിലീജിയൻ ആണ് പറയുന്നത്. പിന്നെ സംഘ, എന്താണ്, കമ്മ്യൂണിറ്റി ഓഫ് മോങ്സ്, ആ കാര്യങ്ങളാണ് പറയുന്നത്. ഇനി ബുദ്ധിസ്റ്റ് കൗൺസിലുകളാണ് പറയുന്നത്. 4 കൗൺസിലുകളാണ് നമുക്ക് മെയിൻ ആയിട്ട് നോക്കാനുള്ളത്. ഫസ്റ്റ് കൗൺസിൽ നടക്കുന്ന അതിന്റെ വെന്യൂ എന്ന് പറയുന്നത് രാജഗൃഹയാണ്. അതിന്റെ വെന്യൂ എന്ന് പറയുന്നത് രാജഗൃഹമാണ്. ആ ഒരു രാജാവായിരുന്നു അജാതശത്രു ആയിരുന്നു ആ ഒരു ആ ഒരു ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്ന ആ ഒരു ഇതിലെ കിങ് എന്ന് പറയുന്നത്. പിന്നെ അതിനെ ഇതാക്കിയ പുരോഹിതൻ എന്ന് പറയുന്നത് മഹാകശ്യപയാണ്. പിന്നെ വരുന്നത് രണ്ടാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിലാണ്. അത് നടക്കുന്നത് വൈശാലിയിലാണ്. കാലശോക അദ്ദേഹമായിരുന്നു എന്ത് അന്നത്തെ കിങ് എന്ന് പറയുന്നത്. പിന്നെ സഭാകാമി ആളായിരുന്നു അതിനെ ഇതാക്കിയിരുന്നത്. ഇനി മൂന്നാമത്തെ കൗൺസിൽ നടക്കുന്നത് പാടലിപുത്രയിൽ വെച്ചിട്ടായിരുന്നു. അന്നത്തെ കിങ്, ആ ഒരു ടൈമിലെ കിങ് എന്ന് പറയുന്നത് അശോകയായിരുന്നു. അത് ഇതാക്കിയ ആള് മഗോളി ആയിരുന്നു, മഗോളി കുട്ട ടീസ. ഇനി നാലാമത്തെ കൗൺസിൽ നടക്കുന്നത് കാശ്മീരിലാണ്, കുണ്ടലവനയിലാണ്. അതിൻ്റെ കിങ്, ആ ഒരു സമയത്ത് കിങ് കനിഷ്കയായിരുന്നു. പിന്നെ അതിൻ്റെ പ്രസിഡൻസി അത് വാസുമിത്ര ആയിരുന്നു. ഇതാണ് മെയിൻ ആയിട്ട് എന്ത് കൗൺസിലുകളിൽ പറയുന്നത്. ഫസ്റ്റ് കൗൺസിലിനെ കുറിച്ച് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ മെയിൻ ആയിട്ട് അതിൻ്റെ പ്യൂരിറ്റി, ഇപ്പോൾ ബുദ്ധന്റെ ആ ഒരു അദ്ദേഹം നടത്തിയ ടീച്ചിങ് അതിനെ പ്രിസർവ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിൽ പറഞ്ഞത്. ബുദ്ധന്റെ ഡെത്തിന് ശേഷം നടന്ന ഒരു ഇതാണെന്ന് ഇതാക്കുന്നു. പിന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ എന്താണ്, ബുദ്ധിസ്റ്റ് മോങ്സിന്റെ ഇതുകളാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ലാംഗ്വേജസിന്റെ ഇതും അതിൽ പറയുന്നുണ്ട്. ഇതാണ് മെയിൻ ആയിട്ട് അതിൽ വരുന്നത്. ഇനി ഈ ഒരു ബുദ്ധ എന്താണ്, ഇതൊക്കെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ വരുന്നത് ഈ ഒരു ബുദ്ധിസം ഇതിന് ശേഷം ഇത് ഡിവൈഡ് ചെയ്തു, ഓരോ സെക്ട്സ് ഓഫ് ബുദ്ധിസം ആയിട്ട് മാറി. ബുദ്ധിസത്തിനെ ഡിവൈഡ് ചെയ്തു, 3 ആയിട്ടാണ് മെയിൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഹിനയാന, മഹായാന, വജ്രയാന, അങ്ങനെ 3 ആയിട്ടാണ് ബുദ്ധിസത്തിനെ ഡിവൈഡ് ചെയ്തത്. ഹിനയാന, മഹായാന, അതുപോലെ തന്നെ വജ്രയാന എന്ന പേരിലാണ് ഇത് 3 അറിയപ്പെട്ടിരുന്നത്. ഹിനയാന എന്ന് പറയുന്നത് അത് ഒരു ഐഡിയൽ വർഷിപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല. അതില് അശോകയായിരുന്നു അതിന്റെ ഫോളോവർ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ട്രൂ ടീച്ചിങ്, അതൊക്കെയാണ് അദ്ദേഹത്തിന്റെ നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളൊക്കെയാണ് അതിൽ മെയിൻ ആയിട്ട് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ലാംഗ്വേജ് പാലി ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ശ്രീലങ്ക, മ്യാൻമാർ, തായ്ലൻഡ് ആ ഒരു പ്രദേശങ്ങളിലാണ് ഇത് മെയിൻ ആയിട്ടും ഇതാക്കിയിരുന്നെന്നാണ് പറയുന്നത്. ഇനി മഹായാനയിലോട്ട് വരാണെങ്കിൽ മഹായാന പറയുന്നത് ഗ്രേറ്റ് പാത്ത് ആണ് പറയുന്നത്. എന്താണ്, ബുദ്ധനെ ഒരു ഗോഡ് ആയിട്ടൊക്കെ ആ ഒരു ഇതിൽ ട്രീറ്റ് ചെയ്തിരുന്നു. പിന്നെ സാൻസ്ക്രിറ്റ് അവർ ട്രീറ്റ് ചെയ്തിരുന്നു. പിന്നെ സാൻസ്ക്രിറ്റ് ആണ് അവർ ഉപയോഗിച്ച ലാംഗ്വേജ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ഐഡിയൽ വേർഷിപ്പ് ആയിരുന്നു. പിന്നെ ഇപ്പോഴത്തെ ജപ്പാൻ, അതുപോലെ തന്നെ ചൈന, അതുപോലെ തന്നെ വേറെ ഏഷ്യൻ കൺട്രീസിലൊക്കെ ആ ഒരു സ്ഥലങ്ങളിലാണ് മെയിൻ ആയിട്ട് ഇങ്ങനെ ചെയ്തിരുന്നത് മഹായാന ആ ഒരു ഇത്. പിന്നെ അടുത്തത് വജ്രയാനയാണ് പറയുന്നത്. വജ്രയാന എന്ന് പറയുന്നത് 8ാമത്തെ സെഞ്ച്വറിയിൽ ഈസ്റ്റേൺ ഇന്ത്യ ഭാഗങ്ങളിലാണ് ഇത് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. ഇതിന്റെ ഗുരു എന്ന് പറയുന്നത് ദലൈലാമ എന്നാണ് പറയുന്നത്. പിന്നെ ഇതുപോലെ തന്നെ എക്സാമ്പിൾ കൊടുക്കുന്നത് സിക്കിം, വെസ്റ്റ് ബംഗാൾ, പിന്നെ ടിബറ്റ്, അതൊക്കെയാണ് മെയിൻ ആയിട്ട്. നേപ്പാൾ, ഭൂട്ടാൻ, അതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത്. 11ാം സെഞ്ച്വറിന്റെ ഇതോടുകൂടിയാണ് ടിബറ്റിലോട്ട് ഈ ഒരു സംഭവം എന്താണ് എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, വജ്രയാന ആ ഒരു ഡിവിഷൻ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇതാണ് മെയിൻ ആയിട്ട് നമുക്ക് എന്ത് ബുദ്ധിസത്തിൽ പറയാനുള്ളത്. ഇനി നമുക്ക് എന്താണ് ജൈനിസം നോക്കാം. അപ്പോൾ എന്താണ്, ബുദ്ധനെ കുറിച്ച് പറഞ്ഞു, ആള് കൊണ്ടുവന്ന ആ ഒരു 4 നോബിൾ ട്രൂത്ത്, അതുപോലെ തന്നെ 8 ഫുഡ് പാത്ത്, അതിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ജനിച്ചത്, അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ, അതൊക്കെ പറഞ്ഞു. നമ്മൾ എന്താണ് ജൈനിസത്തിലോട്ട് വരാണ്.
ജൈനസത്തിലോട്ട് വരുമ്പോൾ അദ്ദേഹം അറിഞ്ഞിരുന്നത് ഇപ്പൊ എന്താണ് ജൈന ജിന്ന കോൺക്യൂർ എന്ന് പറയുമ്പോൾ അറിയാലോ എന്താണ് കീഴടക്കിയവൻ, അങ്ങനെ ഒരു അർത്ഥമാണ് എന്ത് വരുന്നത്. കോൺക്യൂർ എന്ന് പറയുമ്പോൾ കീഴടക്കിയവൻ. എന്തിനെ കീഴടക്കി? ഇപ്പോൾ സ്നേഹം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കീഴടക്കി, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ബുദ്ധിസത്തിനെക്കാട്ടിലും പഴയതാണ് എന്തെന്ന് പറയുന്നത് ജൈനിസം എന്ന് പറയുന്നത്. ബുദ്ധിസത്തിനെക്കാട്ടിലും പഴയതാണ് ജൈനിസം. അപ്പോ ഇതില് 24 ത്രിതങ്കരാസ് ഉണ്ടെന്നാണ് പറയുന്നത്. 24 ത്രിതങ്കരാസ് ഉണ്ടെന്നാണ് പറയുന്നത് മെയിൻ ആയിട്ട് ഇതിൽ. അപ്പോ ഈ ഒരു ജൈനിസത്തില് അപ്പോ ഫസ്റ്റ് ഇത് ഇതാക്കിയ ആൾക്കാർ, ഫസ്റ്റ് ത്രിതങ്കര എന്ന് പറയുന്ന ആളുടെ പേരാണ് ഋഷഭദേവ എന്ന് പറയുന്നത്. ഋഷഭദേവയാണ് ഫസ്റ്റ് ഈ ഒരു എന്താണ് ജൈനിസത്തിന്റെ ത്രിതങ്കരൻ എന്ന് പറയുന്ന ആള്. പിന്നെ മെയിൻ ആയിട്ട് 3 എണ്ണാണ് നമുക്ക് നോക്കാനുള്ളത്. 1-ാമത്തതും 23-ാമത്തതും പിന്നെ 24-ാമത്തതും. പിന്നെ വരുന്നത് 23-ാമത്തെയാണ് പാർശ്വനത. അദ്ദേഹം എന്ന് പറയുന്നത് ക്ഷത്രിയ രാജാവായിട്ടുള്ള അശ്വസേനയുടെ മകനാണ് ആര്? പാർശ്വവന്ത എന്ന് പറയുന്ന ആള്. അദ്ദേഹത്തിന് സ്നേക്ക്, ആ ഒരു സിമ്പിളാണ് അദ്ദേഹത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് 24-ാമത്തെ ലാസ്റ്റത്തെ ആളാണ് നമ്മുടെ വർത്തമാന മഹാവീര, നമ്മൾ പഠിക്കാൻ പോകുന്നത് മഹാവീര ജൈനിസത്തിന്റെ. അദ്ദേഹത്തിന് ലയൺ സിമ്പിൾ കൊടുത്തിട്ടാണ് അദ്ദേഹത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ എന്താണ് ഈ ഒരു വർത്തമാന മഹാവീരനെ കുറിച്ച് നമുക്ക് പഠിക്കാം. വർത്തമാന മഹാവീര എന്ന് പറയുന്നത് അദ്ദേഹം ജനിക്കുന്നത് കുൺഗ്രാമ വൈശാലിയിലാണ്. കുൺഗ്രാമയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിനെ ജിതേന്ദ്രിയ അല്ലെങ്കിൽ അരിഹാന്ത് അങ്ങനെ പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് സിദ്ധാർത്ഥ എന്നാണ്. പിന്നെ അദ്ദേഹം ജനിക്കുന്ന അദ്ദേഹത്തിന്റെ ക്ലാൻ എന്ന് പറയുന്നത് യാന്ത്രികയാണ്, ക്ഷത്രിയ. പിന്നെ മദർ, അമ്മയുടെ പേര് ത്രിശാല എന്നാണ്. ഭാര്യയുടെ പേര് യശോദ എന്നാണ്. അപ്പോ ബുദ്ധന്റെ ഭാര്യയുടെ പേര് യശോധര, മഹാവീരന്റെ ഭാര്യയുടെ പേര് യശോദ. രണ്ടും ചെറിയ വ്യത്യാസം തമ്മിലുള്ളൂ. പിന്നെ മഹാവീരയ്ക്ക് മകളാണ്, മകളുടെ പേര് പ്രിയദർശന, ആ ഒരു പേരാണ് ഭാര്യയ്ക്ക്, മകളുടെ പേരാണ് അത്. ഇനി അദ്ദേഹത്തിന്റെ 30-ാമത്തെ വയസ്സിൽ വീട് വിട്ടിറങ്ങുന്നു. അങ്ങനെ അദ്ദേഹം എന്താണ് ട്രാവൽ ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹം 12 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ 42-ാമത്തെ വയസ്സിൽ അദ്ദേഹം സാൾട്രീന്റെ അവിടെ എത്തിയിരിക്കുകയാണ്. സാൾട്രീന്റെ അടിയിൽ, ഏത് ഋജുബാലിക നദിയുടെ അവിടെയുള്ള സാൾട്രീന്റെ അടിയിൽ അദ്ദേഹം എന്താണ് ഇതുപോലെ ബുദ്ധൻ ഇരുന്ന പോലെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. സെയിം കഥകളൊക്കെ തന്നെയാണ്, കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് അതിന്റെ മെയിൻ ആയിട്ട് വരുന്ന സാധനങ്ങൾ മാത്രമാണ് വ്യത്യാസം. സ്റ്റോറിയൊക്കെ എല്ലാം ഒരേപോലൊക്കെ തന്നെയാണ്. എന്താണ് ഋജുബാലിക നദീന്റെ അവിടെയുള്ള സാൾട്രീന്റെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇതുപോലെ എന്താണ് എൻലൈറ്റ്മെന്റ്, ബോധോദയം വരെയാണ്. അതിന് അവരുടെ ഒരു ഇതില് എന്താണ് കേവല, കൈവല്യ അങ്ങനെ പേരിലാണ് അതറിയപ്പെട്ടിരുന്നത്. പിന്നെ ആ ഒരു ഇതിൽ തന്നെ അദ്ദേഹത്തിന് ജിന്ന, അരിഹാന്ത്, ത്രിതാങ്കരൻ അങ്ങനെ പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു തുടങ്ങി. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് പറയുന്നത്. പിന്നെ അദ്ദേഹം 72-ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. പാവാപൂരി എന്താണ് പട്നയ്ക്ക് അടുത്തുള്ള പാവാപൂരിൽ വെച്ചിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹം മരിക്കണതിന്റെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാന്താര എന്ന പ്രോസസ്സ്, പണ്ടത്തെ സാന്താര പ്രോസസ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഫാസ്റ്റിംഗ് എടുത്തിട്ട് പയ്യെ മരിക്കുക, ആ ഒരു പ്രോസസ്സിനെയാണ് സാന്താര പ്രോസസ്സ് എന്ന് പറയുക. അങ്ങനെയാണ് അദ്ദേഹം മരിക്കുന്നത്. ഈ ഒരു എന്താണ് ബുദ്ധന്റെ ആ ഒരു ടൈം പീരീഡ് തന്നെ ആണെങ്കിൽ പോലും ഈ മഹാവീരയും ബുദ്ധനും ഒരിക്കലും എന്താണ് കണ്ടുമുട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ഡോക്ട്രൈൻസ് ആണ് പറയുന്നത്. ജൈനിസത്തിന്റെ ഫിലോസഫീസ് എന്താണ്, അദ്ദേഹം പ്രാകൃത് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്തിരുന്നത്. ബുദ്ധന്റെ പാലി ലാംഗ്വേജ് ആയിരുന്നു, ഇദ്ദേഹത്തിന്റെ പ്രാകൃത് ലാംഗ്വേജ് ആണ്. ഇനി മെയിൻ ആയിട്ട് വരുന്ന ഡോക്ട്രൈൻസ് ഏതൊക്കെയാണ്? റൈറ്റ് നോളജ്, റൈറ്റ് ഫെയ്ത്ത്, അതുപോലെ തന്നെ റൈറ്റ് ആക്ഷൻ, അല്ലെങ്കിൽ റൈറ്റ് കണ്ടക്ട്. ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന ഇതെന്ന് പറയുന്നത്. പിന്നെ ഇദ്ദേഹത്തിന്റെ ഇതിന് എന്താണ് കൗൺസിൽസ് ഉണ്ടായിരുന്നു. 2 കൗൺസിൽസ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് കൗൺസിലും
അതുപോലെ തന്നെ സെക്കൻഡ് കൗൺസിലും അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടില്ല. എന്താണ് ബുദ്ധിസത്തിൽ പറയുന്ന പോലെ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് എന്താണ് ഇതിന്റെ കൗൺസിൽ പറയുന്നത്. ജസ്റ്റ് ഇങ്ങനെ പറയുന്നുള്ളൂ. എന്താന്ന് പറയാം. ഫസ്റ്റ് കൗൺസിൽ എന്ന് പറയുന്നത് 4th സെഞ്ചുറി BC നടക്കുന്നത്. പാടലിപുത്രയിൽ വെച്ചിട്ടാണ് ഈ ഒരു ഇത് നടക്കുന്നത്. ഇതിന്റെ ലീഡർ ആരായിരുന്നു? സ്ഥൂല ബാഹു അല്ലെങ്കിൽ സ്ഥൂലഭദ്ര, അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേര്. സ്ഥൂലഭദ്ര ആയിരുന്നു ഇതിനെ ലീഡ് ചെയ്തിരുന്നത്. ഇനി സെക്കൻഡ് ജെയിൻ കൗൺസിൽ നടക്കുന്നത് 5th സെഞ്ചുറിയിലായിരുന്നു. 5th സെഞ്ചുറി AD നടക്കുന്നത്. ഗുജറാത്തിലാണ് ഇതിന്റെ ഇത് വരുന്നത്, ഒരു പ്ലേസ് വരുന്നത്. പിന്നെ ഈ ഒരു ടൈമിൽ തന്നെയാണ് ഈ ഒരു സെക്കൻഡ് കൗൺസിലിന്റെ ടൈമിൽ തന്നെയാണ് ജെയിൻ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ടൊരു ലിറ്ററേച്ചർ ഉണ്ട്, അൻഗാസ്. 12 അൻഗാസ് കംപ്ലീറ്റഡ് ആവുന്നത് ഈ ഒരു ടൈമിലാണ്, നടക്കുന്ന ടൈമിലാണെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇനി ഈ ഒരു ജെയിൻ ഇപ്പോ സന്യാസികൾ താമസിച്ചിരുന്ന സ്ഥലങ്ങളെ ബസാഡി എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ജെയിൻ ടെമ്പിൾ ഉണ്ട്, രാജസ്ഥാനിലാണ്. ദിൽവാര എന്നാണ് ആ ഒരു ടെമ്പിളിന്റെ പേര്. ഇതൊക്കെ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദിൽവാര ജെയിൻ ടെമ്പിൾ രാജസ്ഥാനിലാണ് വരുന്നത്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഇതിനെ ഡിവൈഡ് ചെയ്തില്ല. അതേപോലെ തന്നെ ബുദ്ധിസം ഡിവൈഡ് ചെയ്ത പോലെ തന്നെ ജൈനിസത്തിന് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് പറഞ്ഞുതരാം. ശ്വേതാംബരാസും ദിഗംബരാസും അങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. നേരത്തെ ബുദ്ധിസത്തിനെ ഡിവൈഡ് ചെയ്ത പോലെ തന്നെ ഇവിടെ ജൈനിസത്തിനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ശ്വേതാംബരാസും ദിഗംബരാസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിൽ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഡിവൈഡ് ചെയ്തു, ഇതാവുന്നു. ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത് ദിഗംബരാസ് എന്ന് പറയുന്നത് സ്കൈ ക്ലാഡ് അല്ലെങ്കിൽ നേക്കഡ് ആൾക്കാരായിരുന്നു. എന്ന് വെച്ചാൽ ആകാശത്തിനെ വസ്ത്രമായിട്ട് കരുതി നേക്കഡ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരായിരുന്നു. പിന്നെ ശ്വേതാംബരാസ് എന്ന് പറയുന്നത് വൈറ്റ് ക്ലാഡ് അങ്ങനത്തെ ആൾക്കാരായിരുന്നു. ഇതാണ് മെയിൻ ആയിട്ട് പറയുന്നത് ശ്വേതാംബരാസിനെയും ദിഗംബരാസിനെയും കുറിച്ചിട്ട്. ഇനി വേറെ കുറച്ച് കാര്യം പറഞ്ഞുതരാം. ഈ ബുദ്ധിസവും ജൈനിസവും തമ്മിലുള്ള സിമിലാരിറ്റീസ് നോക്കാം. അത് ഇതിലില്ല കേട്ടോ. ബുദ്ധിസവും ജൈനിസവും തമ്മിലുള്ള സിമിലാരിറ്റീസ് നോക്കുകയാണെങ്കിൽ ഇവര് റിച്വൽസിലൊന്നും വിശ്വസിക്കാത്ത ആൾക്കാരായിരുന്നു. അതുപോലെ തന്നെ ഇവര് കാസ്റ്റ് സിസ്റ്റത്തിനെതിരായിരുന്നു. പിന്നെ ഇവര് സാധാരണക്കാര് സംസാരിക്കുന്ന ഭാഷയാണ് ഇവര് സംസാരിച്ചിരുന്നത്, യൂസ് ചെയ്തിരുന്നത്. പിന്നെ ഇവർ രണ്ടുപേരും ക്ഷത്രിയാസ് ആയിരുന്നു. ഇത് രണ്ടാണ് ബുദ്ധിസവും ജൈനിസവും തമ്മിലുള്ള സിമിലാരിറ്റീസ് വരുന്നത്. ഇനി ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ബുദ്ധിസം ഓൾ ഓവർ ഇന്ത്യയിൽ സ്പ്രെഡ് ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണ്. ജൈനിസം സ്റ്റിൽ എക്സിസ്റ്റിംഗ് ആണ്. ഇത് രണ്ടാണ് ഡിഫറൻസ് പറയുന്നത്. ഇതാണ് മെയിൻ ആയിട്ട് ബുദ്ധിസത്തിലും ജൈനിസത്തിലും നമുക്ക് നോക്കാനുള്ളത്. ഇനി അടുത്തത് നമ്മൾ വേറൊരു ഇതിലോട്ട് വരാണ്, മഹാജനപദാസിലോട്ട് വരാണ് നമ്മൾ. മഹാജനപദാസും മഗധ എംപയറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. മഹാജനപദാസും മഗധ എംപയറിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോ മഹാജനപദാസ് എന്ന് പറയുമ്പോൾ അവര് നമ്മുടെ ഇന്ത്യൻ്റെ ഗാൻജറ്റിക് പ്ലെയിൻസിലാണ് അവർ താമസം തുടങ്ങിയിരുന്നത്. ഈ ഒരു ഗാൻജറ്റിക് പ്ലെയിൻസിലാണ് അവർ മെയിനായിട്ട് ആൾക്കാർ താമസം തുടങ്ങിയിരുന്നത്. 600 മുതൽ 300 BC ആ ഒരു കാലഘട്ടത്തിലായിരുന്നു. എന്തുകൊണ്ടാണ് ഇവരൊരു ഗാൻജറ്റിക് പ്ലെയിൻസ് തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഫെർട്ടൈൽ സോയിൽ, ഫലഭൂയിഷ്ഠമായ മണ്ണുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യത്തിന് മഴ ലഭിക്കുന്ന സ്ഥലമായിരുന്നു. അതുപോലെ തന്നെ നല്ലൊരു റിവർ സിസ്റ്റം തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗംഗ തന്നെ അതിന് ഇഷ്ടംപോലെ ട്രിബ്യൂട്ടറീസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ആ ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ റിവർ സിസ്റ്റം നല്ലതായിരുന്നു. അതുപോലെ തന്നെ അവൈലബിലിറ്റി ഓഫ് അയേണിന്റെ അവൈലബിലിറ്റി കൂടുതലായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഈ മഹാജനപദാസ് ആ ഒരു കാലഘട്ടം ആൾക്കാർ ആ ഒരു ഇവിടെയാണ് താമസിച്ചിരുന്നത്, ഗാൻജറ്റിക് പ്ലെയിൻസിന്റെ റീജിയനിൽ.
അങ്ങനെ ഇവർക്ക് അയണിന്റെ അവൈലബിലിറ്റി ഉണ്ടല്ലോ. അപ്പൊ ഇന്നത്തെ പോലെ എങ്ങനെയാണത് യൂസ് ചെയ്യാം, അത്രയും വെൽ ഡെവലപ്ഡ് ഒന്നുമില്ല. അപ്പൊ അങ്ങനെ അവരെന്താണ് കൃഷിക്ക് ഉപയോഗിക്കാനുള്ള ടൂൾസ് അവരുണ്ടാക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഈ കാടൊക്കെ വെട്ടി തെളിക്കണ ടൂൾസ്, അതുപോലെ തന്നെ എന്താണ് ഇപ്പോൾ യുദ്ധത്തിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ വെപ്പൺസ് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ അതാണ് അതുകൊണ്ട് അയൺ കൊണ്ട് അവർ അങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്തിരുന്നത്. പിന്നെ ഗ്രാജുവൽ എന്താണ് സ്ലോലി എന്താണ് ആൾക്കാർ വളരെ സ്ട്രോങ് ആവാനായിട്ട് തുടങ്ങി. അങ്ങനെ അവർ പെർമനന്റ് സെറ്റിൽമെന്റ് അവിടെ ലീഡ് ചെയ്യാൻ തുടങ്ങി. അതിനെ ചെറിയ ചെറിയ പെർമനന്റ് സെറ്റിൽമെന്റ് ആയപ്പോൾ അവർ ഒരു കിങ്ങിന്റെ അണ്ടറിൽ വരാൻ തുടങ്ങി, ചെറിയ ചെറിയ ടെറിട്ടോറിയൽ സ്റ്റേറ്റ് ആയിട്ട്. അതിനെ നമ്മൾ ജനപദാസ് എന്ന് പറയും, അല്ലെങ്കിൽ ടെറിട്ടോറിയൽ സ്റ്റേറ്റ്സ് എന്ന് പറയും, ജനപദാസ് എന്ന് പറയും. അതിനുശേഷം അവരെന്താണ് ഒന്നും കൂടി വലുതാവാൻ തുടങ്ങി, ഒരു ലാർജ് സ്കെയിൽ ഓഫ് ഇതാവാൻ തുടങ്ങിയപ്പോൾ അതിന് നമ്മൾ മഹാജനപദാസ് എന്ന് പറയും. അപ്പോൾ സ്മോൾ സ്കെയിലില് എന്താണ് അവര് ഇതാവാൻ തുടങ്ങിയപ്പോൾ അതിനെ ജനപദാസ് ആയിട്ടും, പിന്നെ അതൊരു ലാർജ് സ്കെയിലോട്ട് മാറിയപ്പോൾ അതെന്താണ് മഹാജനപദാസ് ആയിട്ട് എന്താണ് കൺവേർട്ട് ആയി. ഇനി മെയിൻ ആയിട്ട് വരുന്ന 16 മഹാജനപദാസ് ഉണ്ട്. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് വരുന്ന കുറച്ച് മഹാജനപദാസ് പറയാം. മഗധ, കോസല, വത്സ, അവധി. ഇതൊക്കെ എന്താണ് വളരെ പവർഫുൾ ആയിട്ടുള്ള ആ ഒരു മഹാജനപദാസിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളതാണ് ഈ ഒരു മഗധ, കോസല, വത്സ, അവന്തി, കാസി, ഗാന്ധാര. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത് കാസിയാണ്. മോസ്റ്റ് പവർഫുൾ മഹാജനപദ എന്ന് പറയുന്നത് കാസിയാണ്. പിന്നെ വാജി, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന ഇതെന്ന് പറയുന്നത്. മെയിൻ ആയിട്ടുള്ള മഹാജനപദാസ് 16 മഹാജനപദാസിന്റെ പേരും അതിന്റെ ക്യാപിറ്റലും അതിന്റെ ലൊക്കേഷൻ, ഇപ്പോഴത്തെ ലൊക്കേഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം എന്താണ് ഒരു എംപയറിലോട്ട് കടക്കാണ്. ഏറ്റവും എന്താണ് പവർഫുൾ ആയിട്ടുള്ള ഒരു എംപയർ ആണ് ഏതെന്ന് പറയുന്നത് മഗധ എംപയർ. അപ്പോൾ മഗധ എംപയറിലോട്ട് കടക്കാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് മഗധ, റീസൺ ഫോർ ദ റൈസ് ഓഫ്, എന്തുകൊണ്ടാണ് മഗധ ഇത്രയും പവർഫുൾ ആയി വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഇതായിരുന്നു. അതുപോലെ തന്നെ ഈ ചോട്ടാ നാഗ്പൂർ പ്ലാറ്റൂലായിരുന്നു ആ ഒരു റീജിയൻ എന്ന് വെച്ചാൽ അവിടുത്തെ ആൾക്കാരെന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ അയൺ ഡെപ്പോസിറ്റ്സ് ഉണ്ടായിരുന്നു. അയൺ ഡെപ്പോസിറ്റ്സ് ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് അറിയാലോ, അപ്പൊ അവരിൽ കൂടുതലായിട്ടുള്ള അയണിന്റെ വെപ്പൺസ് അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അത്രയും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഫെർട്ടൈൽ സോയിലായിരുന്നു. പിന്നെ റെയിൻഫോൾ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ അവര് ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ എലിഫൻസിന് കുറെ അധികം എലിഫൻസിനെ അവർ യൂസ് ചെയ്തിരുന്നു ഈ ഒരു ഇതില്. പിന്നെ അതുപോലെ തന്നെ ഗ്രേറ്റ് ആയിട്ടുള്ള ലീഡേഴ്സ് ആയിരുന്നു. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എംപയർ മഗധ എംപയറിലോട്ട് വരാൻ കാരണം, മഗധ എംപയർ ആവാനായിട്ട് കാരണം. ഇനി നമ്മള് ഡൈനാസിറ്റികളെ കുറിച്ച് പഠിക്കുകയാണ്. ഡൈനാസിറ്റികൾ, അപ്പൊ എംപയറിനെ കുറിച്ച് പറഞ്ഞു. ഏറ്റവും ഇതിൽ വരുന്ന ഏറ്റവും വലിയ എംപയർ ആയിരുന്നു മഗധ എംപയർ. ഈ ഒരു അതിൽ വരുന്ന ഒരു ഡൈനാസിറ്റിനെയാണ്, അതിൽ വരുന്ന ഏറ്റവും വലിയൊരു ഡൈനാസിറ്റി ആണ് ഇതെന്ന് പറയുന്നത്. നമ്മുടെ ഫസ്റ്റത്തെ ഡൈനാസിറ്റി ആണ് ഹരിയങ്ക ഡൈനാസിറ്റി എന്ന് പറയുന്നത്. ഫസ്റ്റ് ഡൈനാസിറ്റി ആണ് എന്തെന്ന് പറയുന്നത് ഹരിയങ്ക ഡൈനാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹരിയങ്ക ഡൈനാസിറ്റിന്റെ റൂളർ ആരാണ്? ബിംബിസാരയാണ് ഏതിന്റെ റൂളർ? ഈ ഒരു ഹരിയങ്ക ഡൈനാസിറ്റിന്റെ റൂളർ ആണ് ബിംബിസാര എന്ന് പറയുന്നത്. 544 മുതൽ 492 BC ആ ഒരു കാലഘട്ടത്തിലാണ് ഇതുള്ളത്. ഫസ്റ്റ് റൂളർ ആണ് ബിംബിസാര എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഡൈനാസിറ്റി എന്ന് പറയുന്നത് ഹരിയങ്ക ഡൈനാസിറ്റി ആണ്. ഫസ്റ്റ് മഗധൻ റൂളർ ആരാണ്? ബിംബിസാരയാണ് ആദ്യത്തെ മഗധൻ റൂളർ എന്ന് പറയുന്നത്. ഇനി ബുദ്ധ മഹാവീര ആ ഒരു കാലഘട്ടം തന്നെയാണ് ഇതും. പിന്നെ ഇത് സാധാരണ പറയണ പോലെ തന്നെ ഇദ്ദേഹം വിവാഹം കഴിക്കുന്നു, മാട്രിമോണിയൽ അലയൻസസ്. അതുപോലെ തന്നെ റൂളേഴ്സും സ്ട്രോങ് റൂളേഴ്സ് ആയിട്ട് ഫ്രണ്ട്ഷിപ്പ് വയ്ക്കുന്നു. അതുപോലെ തന്നെ വീക്ക് ആയിട്ടുള്ള അയൽ സ്ഥലങ്ങളൊക്കെ ഈ പിടിച്ചടക്കുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സാധാരണ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഇദ്ദേഹം ചെയ്തിരുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് വൈഫ് കോസലയിൽ നിന്നാണ്. പിന്നെ സെക്കൻഡ് വൈഫാണ് ചെല്ലാന.
ഇദ്ദേഹത്തിന്റെ സെക്കൻഡ് വൈഫാണ് ചെല്ലാന. അപ്പൊ ചെല്ലാനേന്റെയും അതുപോലെ തന്നെ ഈ ബിംബിസാരന്റെ മകനാണ് അജാതശത്രു എന്ന് പറയുന്നത്. ബിംബിസാരന്റെ രണ്ടാമത്തെ ഭാര്യയായിട്ടുള്ള ചെല്ലാനേന്റെ മകനാണ് ആര്, അജാത ശത്രു എന്ന് പറയുന്നത്. ഈ അജാതശത്രു ആണ് ആര്, രണ്ടാമത്തെ ഹര്യങ്ക ഡൈനാസിറ്റിയുടെ റൂളറായിട്ട് വരുന്നത്. അപ്പോൾ അടുത്തത് അജാതശത്രുവിനെ കുറിച്ചാണ് പറയുന്നത്. സൺ ഓഫ് ചെല്ലാന ആൻഡ് ബിംബിസാര എന്നാണ് പറയുന്നത്. ഇതില് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം അച്ഛനെ വധിച്ചിട്ടാണ് ഇദ്ദേഹം ഈ ഒരു ഇത് ഏറ്റെടുത്തതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ തന്നെയാണ് ഫസ്റ്റ് ബുദ്ധ കൗൺസിൽ നടക്കുന്നത്. ഈ ഒരു ടൈം പീരീഡിലാണ്. എവിടെയാണ് ഫസ്റ്റ് ബുദ്ധ കൗൺസിൽ നടക്കുന്ന കാര്യം നമ്മൾ നേരത്തെ ബുദ്ധന്റെ ഇത് പറഞ്ഞായിരുന്നു. രാജഗൃഹയിലായിരുന്നു അതിന്റെ വെന്യൂ വന്നിരുന്നത്. അതൊക്കെ നമ്മൾ അന്ന് നേരത്തെ എടുത്തപ്പോൾ പറഞ്ഞായിരുന്നു. പിന്നെ മെയിൻ ആയിട്ട് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന അജാതശത്രു വാർ നടക്കുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന ടൂൾസ് ആണ് കാണുന്ന സാധനങ്ങൾ. അതിന്റെ പേര് വരാണെങ്കിൽ മഹാശിലഘാന്തക, അതുപോലെ തന്നെ രഥമൂസല, അങ്ങനെയൊക്കെയാണ് പറയുന്നത് പേര്. ആ കാലഘട്ടത്തിലെ പേരുകളാണ്. ഇനി അതിന് ഈ ബിംബിസാര കഴിഞ്ഞു, അതിനുശേഷം അജാതശത്രുവിന്റെ അവരുടെ രണ്ടുപേരും കാലഘട്ടം കഴിഞ്ഞു. ഇനി അതിനുശേഷം നെക്സ്റ്റ് റൂളർ വരാണ്. അവസാനത്തെ റൂളറാണ് ഉദ്ധയിൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഉദ്ധയിൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം പാടലിപുത്ര എന്ന് പറയുന്ന പുതിയ ഒരു ക്യാപിറ്റൽ ഫൗണ്ട് ചെയ്തു. ഇന്നത്തെ ബീഹാറിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള പട്ന, പാടലിപുത്ര അദ്ദേഹം കൊണ്ടുവന്നു. ഈ ഒരു ഹര്യങ്ക ഡൈനാസിറ്റിന്റെ ലാസ്റ്റ് റൂളർ ആയിരുന്നു ആര്, ഉദ്ധയിൻ എന്ന് പറയുന്നത്. ഇതിലെ മെയിൻ ആയിട്ടൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉദ്ധയിന്റെ മന്ത്രി തന്നെയാണ് ഇദ്ദേഹത്തെ വധിച്ചതെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ മന്ത്രിയുടെ പേര് ശിശുനങ്ക എന്നാണ്. അദ്ദേഹമാണ് ഈ ഉദ്ധയിനെ വധിച്ച ശേഷം ശിശുനങ്ക ഡൈനാസിറ്റി എന്ന് പറയുന്ന ഇത് കൊണ്ടുവരുന്നത്. അതാണ് രണ്ടാമത് പറയുന്നത്. ഉദയനെ കൊന്ന ശേഷം ശിശുനങ്ക ഡൈനാസിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ശിശുനങ്കനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും നമുക്ക് എവിഡൻസുകൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ആ ഒരു ഇതിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. റൂളർ ആയിരുന്നു, ഫൗണ്ടർ ആയിരുന്നു ഒരു ശിശുനങ്ക ഡൈനാസിറ്റിന്റെ. അതാണ് മെയിൻ ആയിട്ട് പറയുന്നത്. പിന്നെ അതിനുശേഷം അദ്ദേഹത്തിന്റെ മകൻ, സെക്കൻഡ് റൂളർ ആയിട്ട് വന്നത് അദ്ദേഹത്തിന്റെ മകനാണ് കാലശോക. ശിശുനങ്കയുടെ മകനാണ് ഈ ഒരു ശിശുനങ്ക ഡൈനാസിറ്റിയിലെ രണ്ടാമത് വന്നത്. സെക്കൻഡ് റൂളർ ആയിട്ട് കാലശോകയാണ് വന്നത്. ഇതില് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്നത്, വൈശാലിയിൽ നടക്കുന്നത് ഈ ഒരു കാലശോകന്റെ ടൈം പീരീഡിലായിരുന്നു. പിന്നെ അതിനുശേഷം മഹാപത്മാനന്ദ എന്ന് പറയുന്ന ആള്, മഹാപത്മാനന്ദ ഈ ഒരു കാലശോകനെ വധിക്കുകയാണ്. അങ്ങനെ വധിച്ചിട്ട് പുതിയൊരു ഡൈനാസിറ്റി കൊണ്ടുവരാണ്. അപ്പോൾ ഓരോ ഡൈനാസിറ്റി കഴിയുന്നു, അവരെ വധിക്കുന്നു, പുതിയ ഡൈനാസിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഇതെന്ന് പറയുന്നത്, ഒരു റൂട്ട് മാപ്പ് എടുക്കുന്നത്. അപ്പോൾ നന്ദ ഡൈനാസിറ്റിയിലോട്ട് അടുത്തത് നന്ദ ഡൈനാസിറ്റിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ കാലശോകനെ വധിച്ചിട്ട് മഹാപത്മനന്ദ കാലശോകനെ വധിച്ചിട്ട് നന്ദ ഡൈനാസിറ്റി കൊണ്ടുവരാണ്. അപ്പൊ നമ്മൾ മൂന്നാമത്തെ ഡൈനാസിറ്റി ആണ് പറയുന്നത്, നന്ദ ഡൈനാസിറ്റി. ഒരു 343 to 321 ആ ഒരു BC ആ ഒരു കാലഘട്ടമാണ് പറയുന്നത്. ഇതില് മെയിൻ ആയിട്ട് പറയുന്നത് നന്ദ ഡൈനാസിറ്റിന്റെ ഫൗണ്ടർ മഹാപത്മനന്ദയാണ്. ആദ്യത്തെ നോൺ ക്ഷത്രിയ ഡൈനാസിറ്റി ആണ് ഏതെന്ന് പറയുന്നത്. ഫസ്റ്റ് നോൺ ക്ഷത്രിയ ഡൈനാസിറ്റി ആണ് ഏതെന്ന് പറയുന്നത് ഈ ഒരു നന്ദ ഡൈനാസിറ്റി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് ഈ മഹാപത്മനന്ദ അദ്ദേഹത്തിന്റെ ഇത് വിശ്വസിക്കുന്ന, അദ്ദേഹത്തിന്റെ ഇതെങ്ങനെയാണ് വിശ്വസിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശിശുനങ്ക ഡൈനാസിറ്റിയിലെ ഒരു കിങ്ങിന്റെയും അതുപോലെ തന്നെ ശൂദ്ര ലേഡിയുടെയും മകനായിട്ട് ജനിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു നോൺ ക്ഷത്രിയ ഡൈനാസിറ്റിയിൽ വരാൻ കാരണം എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യന്റെ ഫസ്റ്റ് എംപയർ ബിൽഡർ ആണ് ഇത് ഈ ഒരു നന്ദ ഡൈനാസിറ്റിയിൽ വരുന്നത്. പിന്നെ മഹാപത്മനന്ദയ്ക്ക് ശേഷം രണ്ടാമത് വരുന്ന റൂളറാണ് ധനനന്ദ എന്ന് പറയുന്നത്.
ധനനന്ദ എന്ന് പറയുന്നത് ഇതിന്റെ ലാസ്റ്റ് കിങ്ങും കൂടിയാണ്, ലാസ്റ്റ് കിങ് ഓഫ് നന്ദ ഡൈനാസിറ്റി. ധനനന്ദ സെക്കൻഡ് റൂളർ ആണ്. പേര് പോലെ തന്നെ അദ്ദേഹത്തിന് മണി എന്താണ് പണത്തിനോടായിരുന്നു കൂടുതൽ ഇത്. അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങളിൽ നിന്ന് എന്താണ് കുറെ പൈസ എന്ന് വെച്ചാൽ ടാക്സ് പോലെ അദ്ദേഹം കുറെ ഇതിങ്ങനെ ഹെവി ടാക്സ് ഈടാക്കിയിരുന്നു എന്നാണ് പറയുന്നത്. വളരെ അടിച്ചമർത്തുന്ന ഒരു റൂളർ ആയിരുന്നു. ഇതൊക്കെയാണ് അദ്ദേഹത്തിനെ കുറിച്ച് പറയാനുള്ളത്. അങ്ങനെ ഈ ഒരു സമയത്ത് എന്താണ് ചാണക്യന്റെ സഹായത്തോടു കൂടി ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഇതുകൊണ്ട് തന്നെ ചാണക്യന്റെ സഹായത്തോടു കൂടി ചന്ദ്രഗുപ്ത മൗര്യ എന്താണ് ഈ ഒരു ധനാനന്ദനെ ഡിഫീറ്റ് ചെയ്തിട്ട് ധനാനന്ദനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ചന്ദ്രഗുപ്ത മൗര്യ എൻറ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത് ചാണക്യന്റെ സഹായത്തോടു കൂടിയിട്ട്. അതാണ് അടുത്തത് നമ്മൾ മൗര്യൻ എംപയറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇനി പറയുന്നത് ചന്ദ്രഗുപ്ത മൗര്യ. കാരണം അദ്ദേഹം നന്ദ ഡൈനാസിറ്റിന്റെ ധനാനന്ദന്റെ ഇത് കാരണം എന്താണ് ചാണക്യന്റെ സഹായത്തോട് കൂടിയിട്ട് എന്താണ് ഈ ധനാനന്ദനെ ഡിഫീറ്റ് ചെയ്തിട്ട് ചന്ദ്രഗുപ്ത മൗര്യ ആ ഒരു ഇതിലോട്ട് വരാണ്. അങ്ങനെ അതൊരു മൗര്യൻ എംപയറിലോട്ട് കടക്കാണ്. മൗര്യൻ എംപയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയിൻ ആയിട്ട് അതിന്റെ സോഴ്സ് എവിടെ നിന്നാന്ന് അറിയണം നമുക്ക്. മേജർ സോഴ്സ് ഓഫ് സ്റ്റഡി ആദ്യം പറഞ്ഞ അർദ്ധശാസ്ത്ര ഇതാക്കിയിട്ടുള്ളത് എന്താണ് ചാണക്യനാണ്. ചാണക്യന്റെ വേറെ പേര് പറയുകയാണെങ്കിൽ വിഷ്ണുഗുപ്ത എന്ന പേരിലൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ കൗടില്യ ചാണക്യ വിഷ്ണുഗുപ്ത, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് അർദ്ധശാസ്ത്ര എന്ന് പറയുന്ന ബുക്കിൽ. ഇത് ഡിസ്കവർ ചെയ്തെടുത്തത് ആർ ശർമ്മശാസ്ത്രിയാണ്. 1904 ആ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇത് ഡിസ്കവർ ചെയ്തെടുത്തതെന്നാണ് പറയുന്നത്, ആർ ശർമ്മശാസ്ത്രി എന്ന് പറയുന്ന ആള്. പിന്നെ വരുന്നതാണ് മെഗാതെനീസ് ഇൻഡിക്ക. പിന്നെ വരുന്നത് മുദ്ര രക്ഷ, അത് വരുന്നത് വിശാഖദൂട്ട. അതൊരു ഒരു സാൻസ്ക്രിറ്റ് ഡ്രാമ, ഒരു സാൻസ്ക്രിറ്റ് പ്ലേ പോലെയാണ് അത് നറേറ്റ് ചെയ്തിരിക്കുന്നത്. ചന്ദ്രഗുപ്ത മൗര്യന്റെ ഇന്ത്യയിലുള്ള പവർ, അതുപോലെ തന്നെ നന്ദ ആ ഒരു ഇത് ഡിഫീറ്റ് ചെയ്തതും, അതുപോലെ തന്നെ ചാണക്യന്റെ സഹായം, അതൊക്കെയാണ് ഇതിൽ വരുന്നത്. കൗഡ മുദ്ര ആ ഒരു ഇതിൽ വരുന്നത്, മെയിൻ ആയിട്ട് വരുന്നത്. ഇനി ചന്ദ്രഗുപ്ത മൗര്യനെ കുറിച്ച് നോക്കാം. ചന്ദ്രഗുപ്ത മൗര്യ എന്ന് പറയുന്നത് 322 to 297 BC ആ ഒരു കാലഘട്ടമാണ്. ചന്ദ്രഗുപ്ത മൗര്യ എന്ന് പറയുന്നത് അതിന്റെ ഫൗണ്ടറാണ്, മൗര്യൻ എംപയറിന്റെ. അദ്ദേഹം ഒരു ഈ ചന്ദ്രഗുപ്ത മൗര്യ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ചാണക്യന്റെ സഹായത്തോടു കൂടി നന്ദ ഡൈനാസിറ്റിന്റെ ലാസ്റ്റ് റൂളർ ആയിട്ടുള്ള അദ്ദേഹത്തിനെ ഡിഫീറ്റ് ചെയ്തിട്ട് ചന്ദ്രഗുപ്ത മൗര്യന്റെ ഏറ്റവും 25ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ആ ഒരു നേട്ടം കൈവരിക്കുന്നത്. പിന്നെ ക്യാപിറ്റല് പാടലിപുത്രയായിരുന്നു. അതേപോലെ തന്നെ ഈ ചന്ദ്രഗുപ്ത മൗര്യനെ ഗ്രീക്ക് സ്കോളേഴ്സ് വിളിച്ചിരുന്ന ഒരു പേരുണ്ടായിരുന്നു. ഗ്രീക്ക് സ്കോളേഴ്സ് വിളിച്ചിരുന്ന പേര് സാൻഡ്രാകോട്ടസ് എന്നൊരു പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഗ്രീക്ക് സ്കോളേഴ്സ് അദ്ദേഹത്തിനെ വിളിച്ചിരുന്നതാണ്. പിന്നെ സെലീക്കസ് നിക്കാറ്റർ എന്ന് പറയുന്ന ആളുമായിട്ട് ഇങ്ങനെ ഒരു ഇതുപോലെ നടന്നു. പക്ഷെ അതിൽ അദ്ദേഹം ചന്ദ്രഗുപ്ത മൗര്യനായിട്ട് അദ്ദേഹത്തിന് ജയിക്കാൻ സാധിച്ചില്ല ആ ഒരു ഡിഫീറ്റില്. അങ്ങനെ എന്ത് ചെയ്തു, ഈ ആൾ ചന്ദ്രഗുപ്ത മൗര്യന് അദ്ദേഹത്തിന്റെ മകൾ വിവാഹം കഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് നാളുകൾക്ക് ശേഷം എന്നാണ് അതിൽ പറയുന്നത്. പിന്നെ അതിനുശേഷം ഈ ചന്ദ്രഗുപ്ത മൗര്യ ജൈനിസത്തിലോട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിനൊക്കെ ശേഷം ചന്ദ്രഗുപ്ത മൗര്യ ജൈനിസത്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതൊക്കെയാണ് മെയിൻ ആയിട്ട് ചന്ദ്രഗുപ്ത മൗര്യനെ കുറിച്ച് പറയുന്നത്. ഇനി അടുത്തത് ബിന്ദുസാരയാണ്. ബിന്ദുസാര എന്ന് പറയുന്നത് ബിന്ദുസാരനെ കുറിച്ച് പറയുമ്പോൾ ഗ്രീക്സ് അദ്ദേഹത്തെ പറഞ്ഞിരുന്നത് അമിട്രോകേറ്റ്സ് അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. പിന്നെ അതുപോലെ തന്നെ മൗര്യൻ എംപയറിന്റെ എക്സ്പാൻഷനിസ്റ്റ് ആയിരുന്നു ആര്,
ഇതെന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, അദ്ദേഹത്തിന്റെ മകനാണ് അശോക എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന് ഈ ചോളാസ്, പാണ്ഡ്യൻസ്, ചേരാസ് അവരൊക്കെ ആയിട്ട് എന്താണ് നല്ലൊരു റിലേഷൻഷിപ്പിലായിരുന്നു, ഒരു ഗുഡ് റിലേഷൻഷിപ്പിലായിരുന്നു ഇവരെന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരുവിധം സ്ഥലങ്ങളൊക്കെ എന്താണ് ഇവര് ഇങ്ങനെ കൈയടക്കി വെച്ചിരുന്നു. ആര്? ഈ ബിന്ദുസാരന്റെ ആ ഒരു ടൈം പീരീഡ്. പക്ഷെ ഇവർക്ക് എന്താണ് ഒരു സ്ഥലം മാത്രം ഇവർക്ക് ഇതാക്കാൻ സാധിച്ചില്ല. കലിംഗ എന്ന് പറയുന്ന സ്ഥലം മാത്രം എന്താണ് ബിന്ദുസാരന്റെ ആ ഒരു ടൈം പീരീഡിൽ ഇവർക്ക് ഇതാക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. അങ്ങനെ ബിന്ദുസാരന്റെ കാലഘട്ടത്തിന് ശേഷം ആര് വരാണ്? അശോക വരാണ്. ബിന്ദുസാരന്റെ മകനായിട്ടുള്ള ആര് വരാണ്? അശോക വരാണ്. അങ്ങനെ അശോക വരുന്നു. അശോക എന്താണ് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു കിങ് ആയിരുന്നു അശോക എന്ന് പറയുന്നത്. അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ 99 ബ്രദേഴ്സിനെയും കൊന്നിട്ടാണ് ഇങ്ങനെ ഒരു പദവിയിൽ എത്തിയെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ദേവമാനപ്രിയ എന്നാണ്, ബിലോഡ് ഓഫ് ഗോഡ്സ് അങ്ങനൊക്കെ പേരിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. പിന്നെയാണ് കലിംഗ വാർ നടക്കുന്നത്. അപ്പോൾ കലിംഗ റീജിയൻ മാത്രം ആ ഒരു ടൈം പീരീഡിൽ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അശോക വന്നതിന് ശേഷം കലിംഗ വാർ നടക്കാണ് 261 ആ ഒരു കാലഘട്ടത്തിൽ. ഇപ്പോഴത്തെ ഒഡീഷ റീജിയൻ ആണ് എന്ത് കലിംഗ എന്ന് പറയുന്നത്. പിന്നെ കലിംഗ വാർ നടക്കാണ്. അതിനൊക്കെ ശേഷം എന്താണ് അദ്ദേഹം യുദ്ധങ്ങൾക്കും കുറെ കാര്യങ്ങൾക്കൊക്കെ ശേഷം അദ്ദേഹം എന്താണ് ബുദ്ധിസത്തിലോട്ട് മാറാണ്. ഉപഗുപ്ത എന്ന് പറയുന്ന ഒരാളുടെ ഇതോടുകൂടി അദ്ദേഹത്തിന്റെ ഒരു ഇതോട് കൂടിയിട്ട് എന്താണ് അശോക എന്താണ് ബുദ്ധിസത്തിലോട്ട് കൺവേർട്ട് ചെയ്യാന്നാണ് പറയുന്നത്. അങ്ങനെ ഈ ഒരു ടൈമിലാണ് തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ, മൂന്നാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്നത്. പിന്നെ അദ്ദേഹം എന്താണ് ഈ ഒരു ബുദ്ധിസത്തിന്റെ ഭാഗമായിട്ട് അശോക എന്താണ് ധമ എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവരാണ്. അതിന്റെ ഇതായിട്ട് എന്താണ് ഒഫീഷ്യൽസിനെ ധമ മഹാത്മത എന്ന് പറയുന്നത് എന്താണ് ഒഫീഷ്യൽസിനെ കൊണ്ടുവരാണ്. പിന്നെ അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ മകനെയും മകളെയും, മകനായിട്ടുള്ള മഹീന്ദ്രനെയും മകളായിട്ടുള്ള സംഘമിത്രയും കൂടിയിട്ട് എന്താണ് ഒരു ബോധി ട്രീന്റെ ഒരു ബ്രാഞ്ച് കൊടുത്തിട്ട് സിലോണിലോട്ട്, സിലോൺ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ശ്രീലങ്ക ആ ഒരു സ്ഥലത്തിലോട്ട് അവരെ പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് പറയുന്നത്. പിന്നെ അദ്ദേഹം 233 ആ ഒരു BC ആ ഒരു കാലഘട്ടത്തിൽ മരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി മെയിൻ ആയിട്ട് അദ്ദേഹത്തിന്റെ അശോകൻ ഇൻസ്ക്രിപ്ഷൻസിനെ കുറിച്ചാണ് മെയിൻ ആയിട്ട് പറയുന്നത്. അടുത്തത് റോക്ക് എഡിക്ട്സ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പില്ലർ എഡിക്ട്സ് ഉണ്ടായിരുന്നു മെയിൻ ആയിട്ട്. അപ്പോ കുറെ ഉണ്ടായിരുന്നു. എന്താണ് ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ഈ കാര്യങ്ങൾ, ഈ ഒരു റോക്ക് എഡിക്ട്സും അതുപോലെ തന്നെ പില്ലർ എഡിക്റ്റ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തില് എന്താണ് അദ്ദേഹത്തിന്റെ ഐഡിയാസും റൂൾസും ഒക്കെ ആൾക്കാരിൽ എത്തിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് അദ്ദേഹം ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ തന്നെ ആദ്യത്തെ റൂളറാണ് ഇങ്ങനത്തെ ഒരു സംഭവം റെക്കോർഡ് ചെയ്യുന്ന, സ്റ്റോൺസിലൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ഇത് റെക്കോർഡ് ചെയ്യുന്ന ആദ്യത്തെ റൂളറാണ് അശോക എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് ഈ എഡിക്ട്സ് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കണമല്ലോ, അത് ഡിസ്കേർഡ് ആക്കി തന്നത് ജെയിംസ് പ്രിൻസെപ്പ് എന്ന് പറയുന്ന ഒരാളാണ്. ഇത് മെയിൻ ആയിട്ടുള്ള റോക്ക് എഡിക്ട്സിന്റെ ലിസ്റ്റ് ആണ് അശോകന്റെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ മെയിൻ ആയിട്ട് 33ഓളം എന്താണ് എഡിക്ട്സ് ഉണ്ടെന്നാണ് പറയുന്നത്. 33ഓളം എഡിക്ട്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ മെയിൻ ആയിട്ട് വരുന്ന എഡിക്ട്സ് ആണ് റോക്ക് എഡിക്റ്റ് ആണ് 13ാമത്തെ റോക്ക് എഡിക്റ്റ് എന്ന് പറയുന്നത്. കലിംഗാവാർ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഈ 13ാമത്തെ എഡിക്റ്റിലാണ്. ഏത് കലിംഗാവാർ കൊടുത്തിരിക്കുന്നത് 13ാമത്തെ എഡിക്റ്റിലാണ്. പിന്നെ ലാംഗ്വേജ് ഇപ്പോൾ ഇന്ത്യ, എന്താണ് ഇന്ത്യ, നേപ്പാൾ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ എന്താണ് ഇതിങ്ങനെ നീണ്ടു നിവർന്ന് ഇങ്ങനെ കിടന്നിരുന്നു ഈ ഒരു എഡിക്ട്സ്. അപ്പോൾ ഇന്ത്യയിൽ മെയിൻ ആയിട്ട് ഉപയോഗിച്ചിരുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ബ്രഹ്മി പ്രാകൃത് ആ ഒരു ലാംഗ്വേജ് ആണ് മെയിൻ ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. പിന്നെ വരുന്നത് നോർത്ത് വെസ്റ്റ് പാകിസ്ഥാനിലോട്ട് കടക്കുമ്പോൾ ഒരു പേർഷ്യൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യാണ്. പേർഷ്യൻ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഗാറോസ്തി അങ്ങനെ എന്താണ് അതിനെ പറയപ്പെടുന്നത്. പിന്നെ കാണ്ഡഹാർ റീജിയണിൽ ഗ്രീക്ക്,
ആ ഒരു ലാംഗ്വേജ് ഒക്കെ ആയിരുന്നു മെയിൻ ആയിട്ട് വന്നിരുന്നത്. ഇതാണ് മെയിൻ ആയിട്ട് എന്ത് അശോകൻ ഭരിച്ചിരുന്ന ഇതിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇത് അതിന്റെ സ്തൂപാസ്, റോക്ക് എഡിക്റ്റ്, പില്ലർ എഡിക്റ്റ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് മൗര്യൻ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പറയാണ്. മൗര്യൻ അഡ്മിനിസ്ട്രേഷൻ. അപ്പോ സപ്താംഗ തിയറി പ്രകാരം എന്താണ്, കൗഡല്യന്റെ സപ്താംഗ തിയറി പ്രകാരം 7 എലമെന്റ്സ് എന്ന് വെച്ചാൽ ഒരു അഡ്മിനിസ്ട്രേഷൻ ഒരു ഇത് ഭരിക്കാനായിട്ട് 7 കാര്യങ്ങൾ വേണം. സ്ട്രോങ് ആയിട്ട് ഇതാക്കാൻ ഒരു 7 ആൾക്കാർ വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം വരുന്നതാണ് ഇതെന്ന് പറയുന്നത് കിങ് വേണം, രാജ. പിന്നെ വരുന്നത് അമത്യ എന്ന് പറയുന്നത് മന്ത്രിമാര്, അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു. പിന്നെ ടാക്സ് എന്ന് പറയുമ്പോൾ കോസ. പിന്നെ വരുന്നത് ജുഡീഷ്യറി ഉണ്ടായിരുന്നു. ജുഡീഷ്യറി എന്ന് പറയുന്നത് ദണ്ഡ. പിന്നെ മിത്ര, പിന്നെ ആർമിയാണ് ദുർഗ എന്നറിയപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ ജനപദ, ടെറിട്ടറി. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വന്നിരുന്നത് എന്താണ് ആരുടെ, കൗഡല്യന്റെ സപ്താംഗ തിയറി പ്രകാരം. ഇനി ടാക്സ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. ടാക്സ് സിസ്റ്റത്തിൽ മെയിൻ ആയിട്ട് എന്തിനൊക്കെയാണ് ടാക്സ് വാങ്ങിച്ചിരുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഒരു 2-3 എക്സാമ്പിൾ പറയാം. ഭാഗ എന്ന് പറയുന്നത് ലാൻഡിന് വാങ്ങിയിരുന്ന ടാക്സ് ആണ്. ബാലി എന്ന് പറയുന്നത് ഇപ്പോൾ ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ് അതിനൊക്കെ വാങ്ങിയിരുന്ന ടാക്സ് ആണ്. പിന്നെ ശുൽക്ക എന്ന് പറയുന്നത് ഇപ്പോൾ എക്സ്പോർട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളില്ലേ, അതിന് വാങ്ങിയിരുന്ന ടാക്സ് ആണ്. പിന്നെ ഭാഗ, അത് എന്താണ്, വെള്ളത്തിന് വാങ്ങിയിരുന്ന ടാക്സ് ആണ്. ഇതാണ് കുറച്ച് എക്സാമ്പിൾ ടാക്സ് പറയുകയാണെങ്കിൽ. ഇനി ഇതൊക്കെയാണ് മൗര്യൻ എംപയറിനെ കുറിച്ച്, ആ ഒരു കാലഘട്ടത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി എന്താണ്, ഈ ഒരു അക്കോർഡിംഗ് ടു ദ ഇൻഡിക്ക ബൈ മെഗസ്തീനിസിസ്, ദ ഇന്ത്യൻ സൊസൈറ്റീനെ 7 കാസ്റ്റ് ഇതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്, ഫിലോസഫേഴ്സ്, ഫാർമേഴ്സ്, ഹണ്ടേഴ്സ്, ട്രേഡേഴ്സ്, വാരിയേഴ്സ്, ഓവർസിയേഴ്സ്, കൗൺസിലേഴ്സ്, അങ്ങനെ 7 ആയിട്ട് ഒരു കാസ്റ്റ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മെഗസ്തീനിസിസ് എന്ന് പറയുന്നത് ഇന്ത്യക്കയില്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് പറയുന്നത്. പിന്നെ ഈ ഒരു ഇതിലില്ലാത്തതാണ് മൗര്യൻ സൊസൈറ്റിനെ കുറിച്ച് ഒന്ന് പറയാം. എന്താണ്, വർണ്ണ സിസ്റ്റം എക്സിസ്റ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ബ്രാഹ്മിൻസും ക്ഷത്രിയാസും അവിടെ ഡോമിനേറ്റ് ചെയ്ത് വന്നു. പിന്നെ അതുപോലെ തന്നെ സ്ലേവറി എക്സിസ്റ്റ് ചെയ്തു. പിന്നെ ഇന്ത്യയിൽ 7 സോഷ്യൽ ഡിവിഷൻസ്, നോ സ്ലേവറി, അതാണ് വന്നത്. പിന്നെ അടുത്തത് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മൗര്യൻ എംപയർ ഉണ്ടല്ലോ, മൗര്യൻ എംപയറിന്റെ അവസാനത്തോടു കൂടി എന്ന് വെച്ചാൽ അശോക മരിച്ചു. അദ്ദേഹത്തിന്റെ ഇതോട് കൂടിയിട്ട് ഇതിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു. വെസ്റ്റേൺ പാർട്ട് എന്നും ഈസ്റ്റേൺ പാർട്ട് എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്തു. വെസ്റ്റേൺ പാർട്ടില് അശോകന്റെ സണ്ണാണ്. പിന്നെ ഈസ്റ്റേൺ പാർട്ടിലോട്ട് വരുമ്പോൾ അശോകന്റെ ഗ്രാൻഡ് സൺ ആണ് വരുന്നത്. പിന്നെ ലാസ്റ്റ് കിങ് ആണ്, ഈ ഒരു മൗര്യൻ എംപയറിലെ ലാസ്റ്റ് കിങ് ആണ് ബൃഹാന്തരാദയാണ് എന്താ ലാസ്റ്റ് കിങ് എന്ന് പറയുന്നത് ഈ ഒരു എംപയറിന്റെ. പിന്നെ ഈ ഒരു മൗര്യൻ എംപയർ എന്താണ് ഇങ്ങനെ ഇതായി പോകാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, കുറെ സ്ഥലങ്ങൾ ഇങ്ങനെ പിടിച്ചു വെക്കുമ്പോൾ അതിനൊക്കെ ലിമിറ്റേഷൻസ് വരും. എന്താണ്, ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നു. അതുപോലെ തന്നെ എന്താണ്, വീക്ക് ആവാൻ തുടങ്ങി അവർ കൂടുതൽ. പിന്നെ ബ്രാഹ്മണിക്കൽ റിയാക്ഷൻ, അതുകൊണ്ടൊക്കെ തന്നെയാണ് എന്ത് മൗര്യാസ് ഇതായി വരാൻ കാരണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്ര മാത്രമാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ മൗര്യൻ എംപയർ വരെയാണ് നമ്മൾ ലാസ്റ്റ് എടുത്തത്. ജൈനിസം പറഞ്ഞു, ബുദ്ധിസം പറഞ്ഞു, ലാസ്റ്റ് നമ്മൾ മൗര്യൻ എംപയർ വരെയാണ് എടുക്കുന്നത്. അപ്പോൾ എന്താ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.